എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ ചട്ടിയൊക്കെ വെച്ചുകൊണ്ട് പരിപാടി എന്നായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിന്നൊരു മീൻകറി ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഏട്ടയില്ലേ, ഏട്ട കൊണ്ടുള്ള നല്ല മുളകിട്ട പുളിയും എരിവും ഒക്കെയുള്ള നല്ല മുളകിട്ട മീൻകറിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പം നമുക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും ഒന്ന് അതിൽ പൊട്ടിക്കാം കേട്ടോ. ഈ ചട്ടി എപ്പോഴും അടുപ്പിൽ വെക്കുമ്പോഴേ അതൊന്നിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പുകയും. അത് പുകയാതിരിക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട്. എണ്ണ ശരിക്കും കൂട്ടി ചൂടായിട്ടില്ല. കടുകൊന്ന് പൊട്ടട്ടെ കേട്ടോ. എന്നിട്ടത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ സുഖമൊക്കെയാണോ? ഇന്ന് എന്താണ് എല്ലാവർക്കും ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ? ഈ മീൻ നമ്മൾ തന്നെ പിടിച്ചതാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളെല്ലാവരും കൂടെ തന്നെ ഇവിടുത്തെ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ പിടിച്ചതാണ്. അപ്പം നമുക്കന്ന് കുറേ ശേരിയും പിന്നെ നമ്മുടെ പിയാപ്പിളക്കോരല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കോര എന്നൊക്കെ പറയില്ലേ, അതിനിവിടെ എല്ലാവരും എന്താ സുൽത്താൻ ഇബ്രാഹിം എന്നാണേ പറയുക. അത് പിന്നെ എന്താണ് അങ്ങനെ കുറച്ച് മീനൊക്കെ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതിലൊരു ഏട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കറി കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഏട്ട കറി വെക്കുക? എനിക്കിങ്ങനെ മുളകിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. എല്ലാ മീനും എനിക്കിങ്ങനെ മുളകിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. ഈ തേങ്ങ അരയ്ക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. കണ്ടോ, ചട്ടി പുകയുന്നുണ്ട്. നമ്മളെ കടുക് പൊട്ടി നമ്മൾ ഉലുവയിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചതച്ചതും, കുറച്ച് കുഞ്ഞുള്ളി, ഒരു 4 പച്ചമുളക്, കറിവേപ്പില. ഇത് ഒന്നിച്ച് തന്നെ ഇടാം കേട്ടോ. നന്നായിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റണേ. പച്ചമണം നല്ലോണം കൊടുക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ടാലേ സദ്യ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിടുന്നവരായിരിക്കും അല്ലേ. ഏറ്റവും സോക്കറ്റ് എന്തൊരു ആശ്വാസം. ഇടയ്ക്കൊക്കെ ശബ്ദമില്ല. അപ്പോഴിതിൻ്റെ പച്ചമണമൊക്കെ മാറി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതി അതൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവേൻ്റെ പൊടിയിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടാണേ. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി കേട്ടോ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ 2 ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചൊരു മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല, പക്ഷെ എനിക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. കുറച്ച് നമ്മുടെ ഒരു ഇതിനനുസരിച്ച് മാത്രം മതി. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ആ മുളക് പൊടിൻ്റെയൊക്കെയാണ് പച്ചമുളക് ഒന്ന് പോട്ടെ. ഇപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് കറിക്ക് നല്ല എരിവ് വേണം, നല്ല പുളി വേണം. അത് ഇന്നുണ്ടാക്കിയാലും നാളെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. പക്ഷേ നമുക്കിന്ന് കഴിക്കണം. ഇന്ന് ഞങ്ങൾക്കിവിടെ വഴുതന പൊരിച്ചിട്ട് മോരുകറി ഉണ്ടാക്കും. അതും പയറുപ്പേരിയും
പിന്നെ ഏട്ട തന്നെ മുളകിട്ട് കറി വെച്ചതും ഏട്ട പൊരിച്ചതും പപ്പടമാണ് ഉച്ചക്കത്തെ ഇന്നത്തെ നമ്മളെ ലഞ്ചിനുള്ള സ്പെഷ്യൽ. വഴുതന പൊരിച്ചിട്ട് കറി വെക്കില്ലേ, ഭയങ്കര ടേസ്റ്റാട്ടോ അത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മോരുകറി ഉണ്ടെങ്കിൽ എനിക്ക് നിറയെ ചോറ് തിന്നാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളിയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതാണേ. ഇവിടുത്തെ ഉമ്മക്ക് കുറേ സ്പെഷ്യൽ കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ കറികളുണ്ട്. അപ്പം അങ്ങനെ പഠിച്ചതാണ് വഴുതന മോരൊഴിച്ചിട്ട് കറി വെക്കുന്നത്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഉണ്ടാവും. നല്ലോണം ചൂടായി നല്ല പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെറിയ തക്കാളി ഒരു 5-6 എണ്ണം ഞാൻ വെറുതെ ഒരു പുളിക്ക് വേണ്ടി ഇടുന്നതാണ്. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിത് കുഞ്ഞു തക്കാളി ഇല്ല, അതിനൊരു 3-4 എണ്ണം പറിച്ചതാണ്. നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. കുറുകിയിരിക്കണം മീൻ കറി. ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ മീനും അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് കോരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കുറുകി നിൽക്കണം. അതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടാം കേട്ടോ. എനിക്ക് ഉപ്പ് ലേശം കുറവാണേ, കുറച്ചിടുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്തോളി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഈ പുളിയും ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് മീനൊന്ന് കഴുകി റെഡിയാക്കിയിട്ട് വരാം. മീൻ കണ്ടോ, ഞാൻ മീൻ കഴുകാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ട് നിറയെ കല്ലുപ്പും ചെറുനാരങ്ങയും പിന്നെ സുർക്കയും ഒഴിച്ചു വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് ഇതിനൊന്ന് കഴുകിയെടുക്കണം, നല്ലോണം കഴുകിയെടുക്കണേ. ഇതിൻ്റെ ഒരുമാതിരി ഇതുണ്ടാവില്ല, ആ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനെപ്പോഴും മീനിൽ ഇങ്ങനെ ചെയ്യുക. ചെറുനാരങ്ങയും സുർക്കയും കുറച്ച് ഉപ്പും കല്ലുപ്പും ഇട്ടിട്ട് വെക്കും കേട്ടോ. കുറേ നേരം വെക്കും, എന്നിട്ട് നന്നായിട്ട് കഴുകി കളയാണ് ചെയ്യുക. പിന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മളെ ഏട്ടക്കുട്ടന്മാരെ ഇതാ ക്ലീനാക്കി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല നീറ്റാക്കിയിട്ടുണ്ട്. ഒരു 7-8 വെള്ളത്തിലെങ്കിലും ഞാനിത് കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് നന്നാക്കുന്നതിൻ്റെ മുന്നേ ഞാനാണിത് കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനിത് നന്നായിട്ട് ഇതിൻ്റെ പുറത്തുള്ളൊരു വഴുവഴുപ്പ് ഒരു വൈറ്റ് കളറൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ നമ്മളെ കമ്പിച്ചകിരി ഇല്ലേ അതിട്ട് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഉപ്പും സുർക്കയും ചെറുനാരങ്ങയും ഇട്ട് വെച്ചതേ. എനിക്ക് ആ വെള്ള കളറേ ഇവിടെ പോക്കാനും സാധാരണ എല്ലാവരും കല്ലിലിട്ട് ഉരയ്ക്കുകയൊക്കെ ചെയ്യും. ഇവിടെ കല്ലില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമുണ്ടേ. അപ്പോൾ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ കണ്ടോ നന്നായിട്ട് നമ്മുടെ ഏട്ടയുടെ ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. നമുക്കതിലേക്ക് നമുക്ക് വേണ്ട മീനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് പൊരിക്കാനുള്ളതാണ്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത്രയും നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് ഞാൻ വെറുതെ മീൻ ഉടയാതെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അതവിടെ കിടന്നങ്ങ് നന്നായിട്ട് വെന്ത് അതിനകത്ത് പുളിയും മുളകൊക്കെ ഒന്ന് പിടിച്ച് മീനൊന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. കുട്ടൻ്റെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ലപോലെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ആഹാ
എൻ്റെ കുത്തരി ചോറിൻ്റെ കൂടെ പിടിക്കുന്നുണ്ടല്ലോ മക്കളെ. പൊളിക്കും. നല്ല എരിവും നല്ല പുളിയൊക്കെ ഉണ്ട്. ശരിക്കും ഇന്ന് കഴിക്കാനല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാവാം, നാളെ കഴിക്കാനാണ്. കാരണം നാളത്തേക്ക് ഒന്നും കൂടെ ആ മീനിലേക്ക് പുളിയും മുളകൊക്കെ പിടിച്ചിട്ടേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനേ. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കിന്ന് കഴിച്ചല്ലേ പറ്റൂ. ഇന്ന് കുറച്ച് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൊടുക്കുന്നുണ്ട്. അപ്പം ഇതേ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. കണ്ടില്ലേ, അധികം ചാറൊന്നുമില്ലാതെ നല്ല കുറുകി മീനിലെല്ലാ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻകറി. അപ്പം നമുക്കതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ട് കണ്ടാലോ. ഇതേ നോക്കിയേ, എന്ത് രസമല്ലേ കാണാൻ. ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഏട്ട മാത്രം വെക്കാനല്ല കേട്ടോ, എന്ത് മീനും നമുക്ക് ഇതുപോലെ വെക്കാം കേട്ടോ. നല്ല പുളിയിട്ട് വെക്കുന്ന ഏത് മീനും വെക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ പറയുണ്ടല്ലോ, ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, റംഷി കുട്ടൻ എന്നാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് എൻ്റെ കൂടെ കൂടണം. എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവരോടും ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.